വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. ഈ പുഷ്പത്തിന്റെ പേരാണ് അരളിപ്പൂ. സാധാരണയായി എല്ലാ വീടുകളിലും കണ്ടുവരാറുള്ള പൂവാണ് അരളിപ്പൂ. ഇത് ശ്വസിക്കാനോ രുചിച്ചു നോക്കാനോ പാടുള്ളതല്ല, കാരണം ഇതിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട്. കാഴ്ചയ്ക്ക് മാത്രം വളർത്താൻ പറ്റുന്ന ഒരു പുഷ്പമാണിത്. ഈ പുഷ്പത്തിന്റെ പേരാണ് മഞ്ഞക്കോളാമ്പി. സാധാരണയായി എല്ലാ വീടുകളിലും കണ്ടുവരാറുള്ള പുഷ്പമാണിത്. കാഴ്ചയ്ക്ക് വളരെ മനോഹരമാണ്. ഓർക്കിഡ് ഇനത്തിൽപ്പെട്ട പുഷ്പങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ഓർക്കിഡ് ഇനത്തിൽ ഒരുപാട് പുഷ്പങ്ങളുണ്ട്. അതിൽ കുറച്ച് വേർഷൻസ് ആണ്, നീല വേർഷൻസ് ആണ് ഈ കാണുന്നത്. ഇനി നിങ്ങൾ കാണുന്നത് വെള്ള വേർഷൻസ് ആണ്. അങ്ങനെ ഒട്ടനവധി വേർഷൻസ് ഉണ്ട് ഓർക്കിഡ് ഇനത്തിൽ. കാഴ്ചയ്ക്ക് വളരെ മനോഹരമാണ് ഈ ഓർക്കിഡ് പുഷ്പങ്ങൾ. ഈ പുഷ്പങ്ങൾ സാധാരണയായി കെട്ടിത്തൂക്കിയും വളർത്താവുന്നതാണ്, അതുപോലെ തന്നെ നിലത്ത് കുഴിച്ചിട്ടും വളർത്താവുന്നതാണ്. എത്ര മനോഹരമായ പൂവാണത്! ഈ പുഷ്പത്തിന്റെ പേരാണ് ലില്ലി. മനോഹരമായ ഈ ചെടിയുടെ പേര് ബട്ടർഫ്ലൈ പ്ലാന്റ്. ഈ ചെടിയുടെ ഇനത്തിൽപ്പെട്ട ചെടിയാണ് ഈ ചെടിയും. ഈ ചെടിയുടെ പേരാണ് യൂഫോർബിയ. എത്ര മനോഹരമായിരിക്കുന്നുണ്ട് ഈ പുഷ്പം. ഇഗോണിയ എന്നാണ് ഈ പുഷ്പത്തിന്റെ പേര്. വളരെ മനോഹരമായ പൂവ്. ഈ പൂവിന്റെ പേര് ആന്തോറിയം എന്നാണ്. എന്തൊരു സുന്ദരമായ പൂവ്! ഈ പൂവിന്റെ പേരാണ് തെച്ചിപ്പൂ. കാഴ്ചയിൽ വളരെ മനോഹരിയാണ് തെച്ചി. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ തെച്ചിപ്പൂ കണ്ടുവരുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്ലവർ ഒരു യൂറോപ്യൻ ഫ്ലവർ ആണ്. ഒറ്റ കാഴ്ചയിൽ തന്നെ ഒടുക്കത്തെ ഗ്ലാമറാ ഈ ഫ്ലവർ. സ്പൈഡർ ഇനത്തിൽപ്പെട്ട ഒരു പുഷ്പമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പൈഡർ എന്ന വാക്കിന്റെ അർത്ഥം അറിയാലോ. സ്പൈഡർ എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പറ്റി സ്പൈഡർമാർ പോലെ നിൽക്കും. ഇതിന്റെ വള്ളികൾ വീട് മൊത്തം പടർന്ന് പന്തലിച്ച് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വളരെ മനോഹരമായിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുക്കൂറ്റി ഇനത്തിൽപ്പെട്ട രണ്ടിനം പൂക്കളാണിത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ചെമ്പരത്തിയിൽപ്പെട്ട രണ്ട് വ്യത്യസ്ത ഇനം പൂക്കളാണ് കാണാൻ പോകുന്നത്. ചെമ്പരത്തി പൂക്കളിൽ ഒരുപാട് ഇനങ്ങളുണ്ട്. അത് കാണിക്കുകയാണെങ്കിൽ ഈ എപ്പിസോഡ് മുഴുവനായി തികയുകയില്ല. അത് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കാവുന്നതാണ്. ഈ മുല്ലപ്പൂവിനെ കോയമ്പത്തൂർ മുല്ല എന്നാണ് അറിയപ്പെടുന്നത്. മറ്റൊരു മഞ്ഞപ്പൂ ഇനത്തിൽ അറിയപ്പെടുന്ന പുഷ്പങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്യാണരാമൻ എന്നാണ് ഈ പുഷ്പത്തെ അറിയപ്പെടുന്നത്. വ്യത്യസ്തമായ കലാകാരന്മാരുടെ ശബ്ദത്തിൽ ഇന്നത്തെ എപ്പിസോഡ് അവതരിപ്പിക്കാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ ഗുഡ് ബൈ.